അല്ല, ഇതിപ്പോ ഞാൻ ഒരു ചെറിയ സംഖ്യയാണ് ഉണ്ടാവുന്ന പോലെ ഇനി വേണ്ടി വന്ന് സഹായിക്കും. നമ്മളെ കൊണ്ടാവുന്ന ഓരോരുത്തർക്കും നമ്മളെ പോലെയുള്ള ആളുകളാണ് ഇവിടെ. ഇന്നലെ അല്ല, ഇത് 2 ദിവസം മുമ്പത്തെ അവസ്ഥയിൽ ഹിന്ദുക്കളെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഏത് തരത്തിലുള്ള ഒരു എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ അവിടെ ചെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് വന്നാലേ മനസ്സിലാവും. നമ്മള് അത് അറിഞ്ഞു പ്രവർത്തിക്കുക, അവരവർക്ക് കഴിയുന്നതൊക്കെ ചെയ്യാം. നമ്മള് ഇപ്പൊ ഇതൊരു ചെറിയ ഇൻസ്റ്റാൾമെന്റ് ആണ്, ശരിക്കും നമുക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് വിവരം അറിയിച്ച് അദ്ദേഹം 20 ലക്ഷം രൂപയും അദ്ദേഹത്തിന്റെ മകൻ എന്നതോടൊപ്പം തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ദുൽഖർ അദ്ദേഹം 15 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുകയാണ്. അതിന് മറ്റെല്ലാവർക്കും അത് പ്രചോദനമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നൽകുക എന്നതോടൊപ്പം തന്നെ മമ്മൂക്കയെ പോലെ വ്യക്തിത്വം ഇത്തരമൊരു ദൗത്യം മുന്നോട്ട് നയിക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും അതിനോടൊപ്പം ചേരാനുള്ള ഒരു പ്രചോദനം കൂടിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ ദൗത്യത്തിൽ സഹകരിക്കണമെന്ന് ശ്രദ്ധിക്കും. അങ്ങേയറ്റം ഹൃദയഭേദകമായ വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാടൊന്നായി വയനാടിനെ ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനങ്ങളിലാണ് ഞാൻ ഓരോരുത്തരും അവരവർക്ക് കഴിയാവുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ സഹായഹസ്തങ്ങളുമായിട്ട് വരികയാണ്. എക്കാലത്തും ഇത്തരം സന്ദർഭങ്ങളിൽ മലയാളി അവരെ നയിക്കുന്ന വ്യക്തിത്വമാണ്.